Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। नमः ओं विष्णुपदाय कृष्णप्रेष्ठाय बुधले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ഇന്നത്തെ ഈ ചാൻഡിങ്ങിന്റെ പരിപാടിയിലേക്ക്. അപ്പോ ഞാനൊരു എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 95-96 സമയത്തിലാണ് ഞാൻ കൃഷ്ണ കോൺഷ്യസ്നെസ്സുമായിട്ട് ഭക്തിയുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ ആ സമയങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ചില സമയങ്ങളിൽ എറണാകുളത്ത് പഠിക്കുമ്പോൾ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഇസ്കോൺ സെന്ററിൽ വരുമായിരുന്നു ഭക്തജനങ്ങളുമായിട്ട് അസോസിയേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പല സമയത്തായിട്ട്. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഒരു ദിവസം അവിടെ എത്തുകയുണ്ടായി. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഞാൻ എത്തുകയും വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പം കന്യാകുമാരി ടെമ്പിളിലെ പ്രസിഡന്റ് ആയ വിക്രം ഗോവിന്ദ് പ്രഭു, അന്ന് വിക്രം ഗോവിന്ദ് പ്രഭു അവിടെ പ്രീച്ച് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ നാളെ ശിവകാശിയിലോട്ട് പോവാണ്, അപ്പൊ പ്രഭുജിക്ക് താല്പര്യമുണ്ടോ വരാൻ? അവിടെ ഞങ്ങൾ ഭഗവത്ഗീത ബുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് വരുന്ന മാരത്തോണിന് വേണ്ടിയിട്ട്. അപ്പൊ അതുമായി സംബന്ധിച്ച ആ ബുക്കിനെ കുറിച്ച് അന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പ്രഭുജി വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഓ യെസ് പ്രഭു, ഐ ക്യാൻ കം വിത്ത് യു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം അന്ന് ഒരു ട്രെയിൻ പിടിച്ചിട്ട് ശിവകാശിയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ രാവിലെ ഒരു 6 മണി 5-5:30-6 മണിയായപ്പോ ഞങ്ങൾ അവിടെ എത്തി. ഏതോ ഒരു സ്റ്റേഷൻ, എനിക്ക് ഓർമ്മയില്ല ഏത് സ്റ്റേഷനാണെന്ന്. അപ്പൊ പ്രഭുജി പറഞ്ഞു, നമുക്ക് ഇവിടെ എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീടുണ്ട്, അവിടെ പോയിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് ശിവകാശിയിലോട്ട് പുറപ്പെടാമെന്ന്. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 10-15 മിനിറ്റിലെ വാക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ആക്ച്വലി കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം വളരെ വൈകുന്നേരമാണ് പ്രസാദം കഴിച്ചത്, അത് കഴിഞ്ഞ് രാത്രിയൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ അവിടെ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവിടെ നല്ല ഇഡ്ഡലി വിൽക്കുന്ന 1-2 കടകൾ എനിക്ക് കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രഭുജി നമുക്ക് കാരണം അതിങ്ങനെ നല്ല ഇഡ്ഡലിയുടെ സ്മെല്ലും നല്ല ഈ തമിഴ് ഭക്തി ഗാനങ്ങളുടെ ആലപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രഭുജി നമുക്കൊരു ഇഡ്ഡലി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൃഷ്ണ കോൺസ് വന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ്, പ്രസാദത്തിന്റെ കാര്യമൊക്കെ അധികം പിടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രഭുജി ഒരു 2 ഇഡ്ഡലി കഴിച്ചിട്ട് നമുക്ക് പോയാലോ? പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നമ്മള് പുറത്തുനിന്നും കഴിക്കാൻ പാടില്ല, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ പ്രഭുജിയുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഫ്രഷ് ഒക്കെ ആയി. അപ്പൊ പ്രഭുജി പറഞ്ഞു, ഈ പയ്യന് കുറച്ച് വിശക്കുന്നുണ്ട്, ഇവൻ എന്തെങ്കിലും യെസ് ഞങ്ങൾ ഓൾറെഡി അമ്മുമ്മ ആരും ഉണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണം, നല്ല ഫുഡ്, എനിക്ക് തോന്നി എന്താ തന്നെ ഞാൻ ഓർക്കുന്നില്ല, വളരെ നല്ല കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ അത് കഴിച്ചു ഞങ്ങൾ ശിവകാശിയിലോട്ട് പുറപ്പെട്ടു. ശിവകാശിയിൽ എത്തി അവിടെ ബുക്കിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പൊ പ്രഭുജി പറഞ്ഞു, ഇനി നമുക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഒന്ന് പ്രസാദം കഴിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡയറി എടുത്തിട്ടാണ് 1-2 നമ്പർ, അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പൊ എന്നിട്ട് അവിടുത്തെ ഈ ശിവകാശി പ്രിന്റിന്റെ ആളെടുത്തോണ്ട് എനിക്കൊരു ഫോൺ ചെയ്യണം. അയാൾ പറഞ്ഞു, യെസ് ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹം എടുത്തൊരു ഫോൺ കറക്കി, എന്നിട്ട് തമിഴിൽ ഒരു മാതാജി എടുത്ത് പറഞ്ഞു, മാതാജി ഞങ്ങൾ 2 പേര് അവിടെ ഉണ്ട്, അപ്പൊ ഞങ്ങൾ ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കാൻ വരും, മാതാജി ഒന്നും അറിയില്ല. യെസ് മാതാജി വളരെ സന്തോഷത്തോടുകൂടി അപ്പൊ പറഞ്ഞു, പ്രഭുജി ഡോണ്ട് വെറി, മാതാജി പ്രസാദം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം. അങ്ങനെ ശിവകാശിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ബുക്സ് എല്ലാം നോക്കി എല്ലാം സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഈ ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, 10-15 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ മാതാജിയുടെ വീട്ടിലെത്തി. അപ്പൊ മാതാജിയുടെ വീട്ടിലെത്തിയപ്പം കുറച്ച് ചൂടുള്ള സമയമായിരുന്നു.
നമ്മൾ വീട്ടിലേക്ക് എൻട്രി ചെയ്തപ്പോ തന്നെ അവരുടെ ഭർത്താവും അവരുടെ ഒന്ന് റിലേറ്റീവ് ആരും ഉണ്ടായിരുന്നു, മാതാജിയും വന്നു ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ അവിടെ റൂമിൽ കയറിയപ്പോഴത്തേക്കും ഗോർണിത്തായന്റെ ഡീറ്റീസ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ ദണ്ഡവത്തൊക്കെ ചെയ്തു, അവിടെ ഇരുന്നു. അവര് വളരെ വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ അടുത്ത് ഞങ്ങളെ സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞിരുന്ന് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി വെള്ളം തന്നു. അത് കഴിഞ്ഞ് കുറച്ച് ജ്യൂസ് എല്ലാം തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ ഇരുന്ന് വർത്താനം പറഞ്ഞു, എല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞ് മാതാജി പറഞ്ഞു പ്രസാദം റെഡിയാണ്, ലെറ്റസ് ഹാവ് പ്രസാദ്. എന്നിട്ട് ഞങ്ങൾ വളരെ നല്ല ഒരു പ്രസാദം, അവര് സൗത്ത് ഇന്ത്യൻ പ്രസാദം വളരെ അവര് ഇത് ചെയ്തു. കാരണം ഞാൻ അന്ന് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സമയമാണ്. അപ്പൊ ഭക്ഷണമൊന്നും അധികം വീട്ടിൽ കഴിക്കുന്ന ഇതില്ല. വളരെ ടേസ്റ്റി പ്രസാദമായിരുന്നു. നമ്മള് പ്രസാദം കഴിച്ചു. പ്രസാദം കഴിച്ച് അവര് പ്രഭുജി പറഞ്ഞു നമുക്ക് നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോളൂ. കാരണം വൈകുന്നേരമായിരുന്നു നമ്മുടെ ട്രെയിൻ 6-7 മണിക്ക്. അപ്പൊ എന്തായാലും പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഫ്രഷ് ആയി. അത് കഴിഞ്ഞ് പ്രഭുജി വളരെ നല്ല രീതിയിൽ അവര് ഇത് ചെയ്തു. എന്നിട്ട് അവര് അത് കഴിഞ്ഞ് വൈകുന്നേരം പോകുന്ന മുമ്പ് ഒരു ചെറിയ ദക്ഷിണ നമ്മുടെ വിക്രം ഗോവിന്ദ് പ്രഭുവിനും കുറച്ച് എന്തൊക്കെയോ കൊടുത്തു. അപ്പൊ പ്രഭുജിയും അവരുടെ അദ്ദേഹത്തിന്റെ കയ്യിലും മഹാപ്രസാദം ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു 5-5:30 ആയപ്പോഴത്തേക്ക് അവിടുന്ന് പുറപ്പെട്ടു. ആ സമയത്ത് പ്രഭുജി വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അത് വർഷങ്ങളായിട്ട് ഞാൻ എപ്പോഴും അത് എൻ്റെ മനസ്സിൽ ഇന്നും കാണുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ നമ്മള് ആദ്യം നിങ്ങൾ ചോദിച്ചിരുന്നല്ലോ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അങ്ങനെ ഒരിക്കലും നമ്മൾ കഴിക്കരുത്. കാരണം അവര് വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അവർക്ക് കുറച്ച് പൈസ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം. അതുകൊണ്ട് അവര് ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഇത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ പോയ സ്ഥലത്ത് അവരെന്റെ ഒരു റിലേറ്റീവ് ആണ്. അപ്പൊ അവരൊരു ഡ്യൂട്ടി ബൗണ്ട് ആയിരുന്നു അവരുടെ ഇത്. കാരണം അവരുടെ അമ്മുമ്മ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവള് വളരെ സന്തോഷത്തോടു കൂടി, അതും നല്ലൊരു രീതിയിൽ തന്നെയാണ്, ഡ്യൂട്ടി ബൗണ്ട് ആയിട്ട് അവർ നമുക്ക് ചെയ്തു വന്നു. പക്ഷേ ഈ മാതാജി അവർക്ക് വേറെ ഒരു ആഗ്രഹവും നമ്മുടെ കയ്യിൽ നിന്നില്ലായിരുന്നു. അവരുടെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ നമ്മളെ പ്രീതിപ്പെടുത്തുക. ഭക്തന്മാരുടെ രീതിയിലായിരുന്നു നമുക്ക് അവർ ഭക്ഷണം തന്നത്. പ്രസാദം എന്ന രീതിയിൽ അവർ നമുക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുകയും നമ്മളായിട്ട് നല്ല ഒരു രീതിയിൽ നല്ലൊരു അനുഭവം അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ എപ്പോഴും അദ്ദേഹം ഈ ഒരു എക്സ്പീരിയൻസ്, അപ്പൊ ഞാന് വളരെ കാലങ്ങൾക്ക് ശേഷം ഈ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഭഗവാനുമായിട്ട് ഭക്തിയിലേക്ക് സംബന്ധമായിട്ട് വരുമ്പോൾ നമ്മുടെ ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പും നമ്മുടെ ചാൻഡിങ്ങും ഈ 3 ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ ആദ്യം പലരും ഭക്തിയിലേക്ക് വരും, നമ്മളെല്ലാവരും വലിയ ആൾക്കാർ, ചിലവർ നല്ല ഉദ്ദേശത്തോടു കൂടി വരികയായിരിക്കാം. പക്ഷെ പലരും വരുന്നത് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. നമ്മൾ ചിലപ്പം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ കൃഷ്ണ കോൺഷ്യൻസിൽ വരാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഒരു പരീക്ഷയിലും ഇതുവരെ തോറ്റിട്ടില്ലായിരുന്നു. പക്ഷെ എഞ്ചിനീയറിംഗിൽ കയറിയ ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് 1-2 സപ്ലിമെന്ററി പേപ്പറൊക്കെ വന്നു. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അത് കാരണം ഭക്തിയിലോട്ട് എന്നെ വലിച്ചു കയറ്റി എന്ന് പറയാൻ ഞാൻ. അപ്പം എന്തെങ്കിലും ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വരുന്നത്. കുഴപ്പം നമുക്ക് നല്ലൊരു എക്സാമിൽ നമുക്ക് പാസ്സാവണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് പൈസ, നമുക്ക് ധനം വൃദ്ധി ഉണ്ടാവണം, അല്ലെ പല ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭക്തിയിൽ വരുന്നത്. ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ചാൻഡിങ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് നമ്മൾ ഒരു ബിസിനസ് എന്ന രീതിയിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. സെക്കൻഡ് വേ ഓഫ് ചാൻഡിങ് ഔട്ട് ഓഫ് ഡ്യൂട്ടി ബൗണ്ട്, അതായത് കുറെ കാലം നമ്മൾ ഭക്തിയിൽ വന്നു. അതായത് ചിലപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തു ഡിവോട്ടീസിന്, നിങ്ങൾ 4 മാല ചെയ്യണം, 8 മാല ചെയ്യണം, 16 മാല ചെയ്യണം. ഇനിഷ്യേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഗുരുമഹാരാജിന് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ 16 റൗണ്ട്സ് ഫോളോ ചെയ്യും, ചാൻഡ് ചെയ്യും, 4 റെഗുലേറ്റീവ്സ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യും. അപ്പൊ ആ ഒരു ഇതായിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഡ്യൂട്ടി ബൗണ്ട്, ഒരു ഡ്യൂട്ടി, അതായത് നമ്മൾ ഒരാൾക്ക് വേർഡ് കൊടുത്തു, ഒരു കാര്യം നമ്മൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കുറെ കാലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതൊരു ഡ്യൂട്ടി എന്ന രീതിയിൽ നമുക്ക് ഭക്തിയിൽ നമ്മൾ ഇതാക്കും. ചിലപ്പോൾ ഡ്യൂട്ടി പ്രകാരമായിരിക്കും. നമുക്ക് സ്നേഹം ഭഗവാനുമായിട്ടുള്ള ഒരു ലവ് എഫെക്ഷൻ കുറവായിരിക്കും, ഉണ്ടാവുന്നില്ല എന്നല്ല പറയണേ. എന്നാലും അതൊരു മോർ ദാൻ അതൊരു ഡ്യൂട്ടി എന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ തേർഡ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ മാതാജി
അവർക്ക് ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു. അവർക്ക് നമ്മളെ പ്ലീസ് ചെയ്യാന്നല്ലാണ്ട് വേറെ ഒരു ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു. അവർക്കൊന്നും വേണ്ട. ഇപ്പൊ നമ്മള് ആദ്യമായിട്ട് നോക്കുമ്പോ ഭക്തന് എന്തെങ്കിലും ഒരു സാധനം വേണം, അതുകൊണ്ടാണ് അയാൾ ഭഗവാനുമായിട്ട് ഭക്തിയിൽ ഏർപ്പെടുന്നത്. രണ്ടാമത് ഡ്യൂട്ടിയിലാണ്. പക്ഷെ ഈ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോ നമ്മള് ഭഗവാനുമായിട്ട് ഭക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ചാൻഡിങ് ചെയ്യുന്നത് നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടില്ല, പക്ഷെ ഭഗവാന് എന്തെങ്കിലും കൊടുക്കണം, ഭഗവാന് സേവ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ഈ മാതാജിക്ക് നമ്മളെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാനുള്ള ഒരു ആഗ്രഹമില്ല, പക്ഷെ അവര് നമ്മളെ പ്ലീസ് ചെയ്യണം, അല്ലെ പ്രഭുജിനെ പ്ലീസ് ചെയ്യണം എന്ന രീതിയിലാണ് അവര് അന്ന് പ്രസാദം ഉണ്ടാക്കിയതും സെർവ് ചെയ്തതും അത് കഴിഞ്ഞ് പ്രഭുജിക്ക് ഗിഫ്റ്റ് കൊടുത്തതും എല്ലാം ചെയ്തത്. അവർക്ക് അവരാണ് അത് കൂടുതൽ ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് മറ്റേ വ്യക്തിയിൽ നിന്ന് കിട്ടണം എന്ന് ആഗ്രഹമില്ല. അപ്പൊ അതാണ് ഭക്തിയുടെ ഏറ്റവും പരിപൂർണമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത്. സ്നേഹത്തോടു കൂടി നമുക്ക് വേണ്ടിയല്ല, പക്ഷെ മറ്റുള്ള ഡിവോട്ടീസിന് വേണ്ടി അല്ലെങ്കിൽ ഭഗവാന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് ഭഗവാനെ സേവ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഉള്ളതാണ് ഈ ചാൻഡിങ്ങിലേക്ക്. അപ്പൊ ഈ നമ്മുടെ ഇച്ഛകൾക്ക് വേണ്ടി ചാൻഡ് ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്ന് മാറി ഏറ്റവും ഉന്നതമായ ഭഗവാന് വേണ്ടി നമ്മൾ എങ്ങനെ ഭഗവാനെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് എങ്ങനെ നമ്മുടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, നമ്മുടെ ലവ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഈ രീതിയിലുള്ള ചാൻഡിങ്ങിലേക്ക് നമുക്ക് വരണം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേജിലായിരിക്കാം. ഒരു സ്റ്റേജും കുഴപ്പത്തിലുള്ള സ്റ്റേജ് അല്ല, എല്ലാ സ്റ്റേജും ഭഗവാൻ അപ്രൂവ് ചെയ്ത സ്റ്റേജ് തന്നെയാണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ചാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, അന്യാഭിലാഷിതാശൂന്യം ജ്ഞാന കർമ്മ അനാവൃതം അനുകൂലേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമം. ഇതാണ് രൂപ ഗോസ്വാമി പറഞ്ഞത്. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ഭക്തി. അപ്പൊ നമ്മുടെ ചാൻഡിങ്ങും ഭക്തിയും നമ്മുടെ ആഗ്രഹങ്ങൾ ഫസ്റ്റ്, അത് കഴിഞ്ഞ് ഡ്യൂട്ടി, അതിനും മേലെയായിട്ട് ഭഗവാനുമായിട്ടുള്ള ഒരു ലവ് ആൻഡ് അഫെക്ഷൻ ഡെവലപ്പ് ചെയ്യാന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ചാൻഡിങ്. ആ ഒരു ഇതിലേക്ക് വരാൻ വേണ്ടി ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാൻ പറയാൻ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പല കാര്യങ്ങളുണ്ട്, അതിൽ നമുക്ക് ഇത് ചെയ്യാം. ഫസ്റ്റ് കാര്യമാണ് നമ്മൾ വളരെ കൃതജ്ഞരായിരിക്കുക, ഗ്രേറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു ഇത് ഡെവലപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയ സമയത്ത് നമ്മുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആവും. ആ സമയത്ത് നമ്മൾ ആക്ച്വലി ഭക്തി നമുക്ക് കറക്റ്റ് മൂഡോടുകൂടി നമുക്ക് ചാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൃഷിയിടം അല്ലെങ്കിൽ ആ മണ്ണ് വളരെ സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ ആ ബീജത്തിൽ നിന്ന് ഉള്ളിലേക്കുള്ള അതിന്റെ വേരുകൾ താഴ്ന്നിറങ്ങുന്നു. അപ്പൊ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പല കേട്ട ഭക്തന്മാർ പറയണത് എന്താ വെച്ചാല്, രാവിലെ നമ്മൾ എഴുന്നേറ്റ് സമയത്ത് തന്നെ വി ഷുഡ് എക്സ്പ്രസ് അവർ ഗ്രേറ്റ്ഫുൾനെസ് ടു ദ ലോർഡ്. നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് തന്ന ഫെസിലിറ്റീസ്, ഹ്യൂമൻ ഫോം ഓഫ് ലൈഫ് തന്നു, നമുക്ക് 2 കണ്ണ് തന്നു, നമുക്ക് കാത് തന്നു, നമുക്ക് കേൾക്കാം, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കാം, നമുക്ക് എന്തും ചെയ്യാനുള്ള ഭഗവാൻ ഒരു ശരീരം തന്നു. അതിന് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാം. എന്തെന്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭഗവാൻ തന്നെങ്കിൽ അതിനെല്ലാം ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ താങ്ക്ഫുൾ ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തും ഇന്ന് എനിക്ക് എന്തെല്ലാം ഭഗവാൻ തന്നു, അല്ലെ എന്തുകൊണ്ട് ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു ദ ലോർഡ്. ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചാൽ നമ്മുടെ ലൈഫിൽ ഉടനെ തന്നെ അതിനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മുടെ താങ്ക്സ് അല്ലെങ്കിൽ ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയമായി മാറും. അപ്പൊ ഈ സോഫ്റ്റ് ഹാർട്ട് വെച്ച് നമ്മൾ ചാൻഡ് ചെയ്യുമ്പം ഭക്തി ആക്ച്വലി ആ ഒരു ഹാർട്ടിലേക്കാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഇറങ്ങിച്ചെന്ന് അതിനെ ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരം ഇതാവും. രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ് പ്രാർത്ഥന. നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഭഗവാന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ജപം ചെയ്യുമ്പോൾ പല അവസരത്തിലും നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും. ഭഗവാനെ എന്നെ രക്ഷിക്കണേ, എന്നെ കാക്കണേ, അത് ചെയ്യണേ, ഇത് ചെയ്യണേ, എപ്പോഴും നമ്മൾ ഇത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാല് റിയലി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറൊരു ഭക്തന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു ഭക്തന് വേണ്ടിയിട്ട്, ബുദ്ധിമുട്ടുള്ള ഭക്തന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഭഗവാനെ വളരെയധികം, ഗുരുവിനെയും കൃഷ്ണനെയും ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. അതായത് നമ്മൾ സ്വയത്തിന് വേണ്ടി എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുമ്പം കൃഷ്ണ വിൽ ബി ഡെഫിനറ്റ്ലി ഹാപ്പി. പക്ഷെ അത് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ
അതിന്റെ ഹാപ്പിനെസ് ഇസ് 1000 ടൈംസ്. അത് ഭഗവാന് അതിന്റെ ബെനിഫിറ്റ്സ് വളരെ കൂടുതലായിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ആർക്കെങ്കിലും ഒരു ഭക്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ റോട്ടിൽ നടന്നു പോകുമ്പോൾ ഒരു കഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു ഫ്യൂ സെക്കൻഡ്സ് വി ക്യാൻ പ്രേ ഫോർ ദാറ്റ് പേഴ്സൺ. ഭഗവാനെ അയാൾക്ക് നല്ലത് വരണേ, അല്ലെങ്കിൽ അയാളുടെ ഈ കഷ്ടപ്പാടുകൾ മാറ്റിക്കൊടുക്കണേ. ഒരു നല്ല രീതി, അല്ലെ മറ്റുള്ളവരുടെ ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഭഗവാനെ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഹാപ്പിനെസ് കൊടുക്കും. ഗുരുവിനും കൃഷ്ണനും വിൽ ബി വെരി ഹാപ്പി. ആൻഡ് ഗുരു ആൻഡ് കൃഷ്ണ വിൽ ബി ഹാപ്പി. ആ സമയത്താണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് ചാൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഒരു ഇതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നല്ല ഒരു കോൺഷ്യസ്നെസ്സോട് കൂടി വരുന്ന ആ ദിവസവും ഇതിൽ ചാൻറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുന്നതാണ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഈ ഒരു അവസരം തന്നതിൽ വളരെ വളരെ നന്ദി. ഹരേ കൃഷ്ണ.